മോദി സർക്കാരിന്റെ അവസാന ഇടക്കാല ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. റെയിൽവേ പൊതു ബജറ്റുകൾ സംയുക്തമായാണ് അവതരിപ്പിക്കുക. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ജനപ്രിയ പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകുന്നതായിരിക്കും ബജറ്റ്. പക്ഷേ പാർലമെന്റ് സമ്മേളനം സമാപിക്കുമ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നതിനാൽ ബജറ്റ് പ്രഖ്യാപനം വെറുതെയാണ്. വോട്ട് ഓൺ അക്കൗണ്ട് മതിയെന്ന് പ്രതിപക്ഷ ആവശ്യം നിരാകരിച്ചാണ് ഇടക്കാല ബജറ്റ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത്. 2014 അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ചികിത്സയിലുള്ള അരുൺ ജെയ്റ്റ്ലിക്ക് പകരം ധനമന്ത്രിയായി ചുമതലയേറ്റ പീയൂഷ് ഗോയൽ അവതരിപ്പിക്കുന്ന ഇടക്കാല ബഡ്ജറ്റിൽ തെരഞ്ഞെടുപ്പിന് വോട്ടാകർഷിക്കുന്ന പദ്ധതികൾ ഏറെയുണ്ടെന്നാണ് സൂചന. ആദായ നികുതി വരുമാന പരിധി ഉയർത്താൻ സാധ്യതയേറെ. മധ്യവർഗ കുടുംബങ്ങളെ ആകർഷിക്കാൻ അടിസ്ഥാന വരുമാന നികുതി പരിധി ഉയർത്തിയേക്കും. 3 ലക്ഷമായി ഉയർത്തണമെന്നാണ് ആവശ്യം. പക്ഷേ ഇതുവഴി സർക്കാരിന് നഷ്ടം 3750 കോടി രൂപ. മുതിർന്ന പൗരന്മാർക്കായി 3.5 ലക്ഷമായും ഉയർത്തേണ്ടി വരും. ഇതോടെ 5050 കോടിയിലേറെ രൂപ നഷ്ടം സഹിക്കേണ്ടി വരും. 4 വർഷത്തിനുള്ളിൽ പൊതുകടം 49% വർദ്ധിച്ചതിനാൽ പരിധി ഉയർത്തുക എളുപ്പമല്ലെങ്കിലും തെരഞ്ഞെടുപ്പായതിനാൽ പ്രഖ്യാപനമുണ്ടാകും. 5 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാഠം ഉൾക്കൊണ്ട് കർഷകപ്രിയ ബഡ്ജറ്റായിരിക്കുമെന്നും ധനമന്ത്രാലയ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. താങ്ങുവില ഉയർത്തി കർഷക വോട്ടുകൾ ലക്ഷ്യം വയ്ക്കും. വായ്പ എഴുതി തള്ളണമെന്ന ആവശ്യം പീയൂഷ് ഗോയൽ അംഗീകരിച്ചാലും അത്ഭുതപ്പെടാനില്ല. നോട്ട് നിരോധനവും GSTയും തകർത്ത റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കായി ഭവന വായ്പയ്ക്ക് നികുതി ഇളവ് ഉണ്ടായേക്കും. പുതിയ റെയിൽ മെട്രോ പദ്ധതികൾ പ്രഖ്യാപിക്കും. മൊത്തത്തിൽ എല്ലാവിധ വോട്ടുമാരെയും ലക്ഷ്യം വയ്ക്കുന്നതായിരിക്കും ബഡ്ജറ്റ്. പക്ഷേ ബഡ്ജറ്റ് സമ്മേളനം സമാപിക്കുന്നയുടൻ തന്നെ പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനാൽ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ വെറുതെയാകും. വോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് നിരാകരിച്ചാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്തെ 119 അതിസമ്പന്നരുടെ ദിവസ വരുമാനം 2200 കോടി രൂപയാണ്. 9 പേരുടെ ആസ്തി രാജ്യത്തെ 50% പേരുടെ സ്വത്തിന് തുല്യവും. ദേശീയ സമ്പത്തിന്റെ 51.53% കൈവശം വച്ചിരിക്കുന്നത് 1% വരുന്ന അതിസമ്പന്നർ. ഈ യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് രാജ്യം 89ാമത് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ സാമ്പത്തിക വിദഗ്ധൻ ഷൈജുമോൻ അടക്കമുള്ള അതിഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന് സന്തോഷ് സ്റ്റർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, ഏറ്റവും പുതിയതായി നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ലഭ്യമാണോ? കർഷകരെ പ്രീതിപ്പെടുത്തുക എന്നത് തന്നെയാണ് എല്ലാ നിരീക്ഷകരും ഈ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതിന്റെ ഏതെങ്കിലും പ്രത്യേക പാക്കേജുകളെ സംബന്ധിച്ച് അത്തരം ആലോചനകളെ സംബന്ധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാണോ? ആനന്ദ്, നരേന്ദ്രമോദി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റിനെ പൊതുവെ സാമ്പത്തിക വിദഗ്ധരൊക്കെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇനി പുതിയ സർക്കാർ അധികാരമേൽക്കാൻ 4 മാസം മാത്രമേ ഉള്ളൂ. ഈ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് തീയതികൾ കമ്മീഷൻ പ്രഖ്യാപിക്കും. സ്വാഭാവികമായും ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ ഇപ്പോഴത്തെ സർക്കാരിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു വോട്ട് ഓൺ അക്കൗണ്ടിലേക്ക് പോകണം എന്ന് കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷമൊക്കെ ആവശ്യപ്പെട്ട അത് തള്ളിക്കൊണ്ട് ഒരു ബഡ്ജറ്റ് അവതരണത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത് തന്നെ ജനങ്ങളെ കയ്യിലെടുക്കാൻ, വോട്ട് ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടത്താനാണ് എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മധ്യവർഗ കുടുംബങ്ങളെയൊക്കെ കയ്യിലെടുക്കാനായി ടാക്സ് ഇളവ് വരുത്തുമെന്നത്, വരുമാന നികുതി പരിധിയിൽ ഇളവ് വരുത്തുമെന്നത്. പക്ഷേ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇടക്കാല ബഡ്ജറ്റിൽ അങ്ങനെയൊരു ഇളവ് വരുത്തിയ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മറ്റും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അതുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ മറ്റൊന്നാണ്. എന്തായാലും പീയൂഷ് ഗോയൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നോർത്ത് ബ്ലോക്കിലെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞു. 10 മണിയോടുകൂടി അദ്ദേഹം പാർലമെന്റിലെത്തും. 11 മണിയോടുകൂടി ബഡ്ജറ്റ് അവതരണത്തിലേക്ക് കടക്കും. GST നേരത്തെ വന്നതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ ടാക്സ് ഒക്കെ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. വില കൂടുക കുറയുക എന്നതിനപ്പുറത്തേക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അവതരിപ്പിക്കുക, അതിലേക്ക് വേണ്ടിയുള്ള തുക വകയിരുത്തുക, ഇതൊക്കെയാണ് പ്രധാനമായും ഇനി നമുക്ക് ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളത്. അത് ജനങ്ങളെ കയ്യിലെടുക്കുന്നതാകും എന്നതിൽ വലിയ പ്രയാസമൊന്നുമില്ല. കഴിഞ്ഞ 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി ഉൾക്കൊണ്ടുകൊണ്ട് നേരത്തെ ആനന്ദ് പറഞ്ഞ പോലെ കർഷകരെ പ്രീതിപ്പെടുത്താനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം
ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ച എക്കണോമിക് അഫയേഴ്സ് കൗൺസിലിന്റെ ചെയർമാൻ വിനായക് ചതുർത്ഥി തന്നെ അത്തരമൊരു സൂചനകൾ നൽകുകയൊക്കെ ചെയ്തിരുന്നു. കാരണം ഒരു നല്ല മെച്ചപ്പെട്ട താങ്ങുവില പ്രഖ്യാപിക്കുക, വായ്പ രഹിതമായ പലിശ കർഷകർക്കായി നൽകുക എന്നതിന്, കാരണം കർഷക പ്രക്ഷോഭം അത്രയേറെയുണ്ട് ഈ സർക്കാരിനെതിരെ. അപ്പൊ അതൊന്ന് തണുപ്പിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട വിഷയം. മറ്റൊരു വലിയൊരു തകർച്ച ഈ GST നോട്ടുമാറ്റവും വന്നതിന് ശേഷം ഉണ്ടായത് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും ഈ ചെറുകിട വ്യവസായ മേഖലയ്ക്കുമാണ്. ചെറുകിട വ്യവസായം പൂർണ്ണമായി തകർന്നു. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ 4 മാസം മുമ്പ് നരേന്ദ്രമോദി ഡൽഹിയിൽ വിജ്ഞാൻ ഭവനിൽ ചെറുകിട ബിസിനസ്സുകാർക്കായി വായ്പ നൽകാനായി പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. അത് പക്ഷെ അമ്പെ പരാജയപ്പെട്ടു, അതിലുള്ള അഴിമതികളൊക്കെ പുറത്തു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ബഡ്ജറ്റിൽ അവരെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നും ഒക്കെ പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നു. എന്തായാലും ഈ വില കൂടുക എന്നതിനപ്പുറത്തേക്ക് എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള പ്രഖ്യാപനങ്ങൾക്കായിരിക്കും ഇപ്പോൾ സർക്കാർ ലക്ഷ്യം വെക്കുക. മറ്റൊന്ന്, നമ്മളെയൊക്കെ എല്ലാ സാധാരണക്കാരെയും ബാധിക്കുന്നു തൊഴിലുറപ്പ് പദ്ധതി. ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം തൊഴിലുറപ്പ് പദ്ധതിക്ക് അത്ര കാര്യമായി വിഹിതം ബഡ്ജറ്റിലൊന്നും സാധാരണ നൽകുന്ന ഒരു പതിവ് കാണാറില്ല. അതിനു മുമ്പ് UPA ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതി ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്രാവശ്യം തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ വിഹിതം മാറ്റിവെക്കാനുള്ള സാധ്യതയും പല വിദഗ്ധരും കാണിക്കുന്നുണ്ട്. ആനന്ദ്. ശരി സന്തോഷ്, ഏതായാലും തുടരുക. ദില്ലിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾക്ക് വേണ്ടി വീണ്ടും സന്തോഷിലേക്ക് എത്താം. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ഷൈജുമോൻ ആദ്യഘട്ടത്തിൽ ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷൈജുമോൻ, ഏതായാലും പ്രഖ്യാപനങ്ങളുടെ ഒരു പെരുമഴയ്ക്ക് സാധ്യത എന്ന നിരീക്ഷണം വ്യാപകമായി ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ വളരെ ജാഗ്രതയോടെ പീയൂഷ് ഗോയലും പ്രത്യേകിച്ചും നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുമെന്നാണോ താങ്കൾ കരുതുന്നത്? അതായത് പ്രത്യക്ഷത്തിൽ അങ്ങനെ പ്രഖ്യാപനങ്ങളുടെ ഒരു പെരുമഴ തോന്നാത്ത നിലയിൽ, പക്ഷെ വളരെ കരുതലോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നതിന്റെ ചുവടുവയ്പ് മാത്രമാണ് ഈ ബജറ്റ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, അവർക്കും തർക്കമില്ല. ആ നിലയിൽ ആദ്യഘട്ട വിലയിരുത്തൽ താങ്കൾ എങ്ങനെയാണ് നടത്തുന്നത് ഒരു എക്സ്പെർട്ട് എന്ന നിലയിൽ? അല്ല, തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റ് എല്ലാവർക്കും അറിയാം, പൂർണ്ണമായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റില്ല ടെക്നിക്കലി, അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ട് പോലും. കാരണം ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്ന മുമ്പ് ബഡ്ജറ്റ് പാസ്സാക്കാൻ പറ്റില്ല. കൂടാതെ പുതിയ ഭരണകൂടം വരുമ്പം, പുതിയ ഗവൺമെൻറ് വരുമ്പം ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്നുള്ള ഭരണഘടനാ ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പൊളിറ്റിക്കലി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ബഡ്ജറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിൽ നിന്നപ്പുറമായിട്ട് പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ടാവും. കാരണം ഇത് ചിലപ്പോൾ ഒരുപക്ഷെ ഗവൺമെന്റ് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് ഇനി ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിലുള്ള ദിശാബോധം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് തന്നെയാണ് പറയാൻ പോകുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഇപ്പോൾ നേരിടുന്നുണ്ട് കേന്ദ്ര സർക്കാർ. സാമ്പത്തികപരമായിട്ട് ഗവൺമെന്റ് ഭദ്രതയിലാണെങ്കിലും ഇന്നലെ വന്ന നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് വളരെ അത്ര ആശ്വാസകരമല്ല. കാരണം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലെന്ന് ഗവൺമെന്റിന്റെ ഏജൻസി തന്നെ പറയുകയാണ്. അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും തൊഴിലില്ലായ്മ കൂടിയെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് തൊഴിലില്ലായ്മ വളരെയേറെ കൂടിയെന്നും അത് ഇന്നലെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ രവികാന്ത് ഐ തിങ്ക്, അതായത് ഷൈജുമോൻ 1972നും 73നും ശേഷം രാജ്യത്ത് 45 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് അതാണ് രാജീവ് കുമാർ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ഇന്നലെ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അങ്ങനെ അല്ല എന്നൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും നാളത്തെ ഒരു വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഉള്ള കണക്കുകളാണ് ഗവൺമെന്റിന്റെ ഏജൻസി പുറത്തുവിടുന്നത്. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ്. ഇലക്ഷന് പോകുന്ന മുമ്പ് പ്രഖ്യാപിക്കുന്ന ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും തൊഴിലില്ലായ്മ ഇല്ലാതാക്കാനുള്ള നടപടികൾ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, അഗ്രേറിയൻ ഡിസ്ട്രസ്. ഇത് കഴിഞ്ഞ 2 വർഷമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറേ ഇലക്ഷനുകൾ, അതായത് നമ്മുടെ സംസ്ഥാന ഇലക്ഷനുകൾക്കൊക്കെ ഇപ്പോഴത്തെ ഗവൺമെന്റിന് തിരിച്ചടി പറ്റിയതും കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങളാണ്. കർഷകർക്ക് വരുമാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നുണ്ട് മാർക്കറ്റിൽ, പക്ഷെ കർഷകർക്ക് വരുമാനം കിട്ടുന്നില്ല. ഇതിനെന്ത് ചെയ്യാൻ പോകുന്നു? അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ഒരു ലക്ഷ്യം. ഇപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ്, ഇൻഇക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പം വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ വെച്ച റിപ്പോർട്ട് പ്രകാരവും ഓക്സ്ഫാം റിപ്പോർട്ട് പ്രകാരവും ഫോർബസ് റിപ്പോർട്ട് പ്രകാരവും ഒക്കെ പറയുന്നത് ടോപ്പ് 1% ഓഫ് ദ പോപ്പുലേഷന്റെ കയ്യിലാണ് ഏകദേശം മോർ ദാൻ 50% ഓഫ് ദ വെൽത്ത് എന്നാണ് പറയുന്നത്. അപ്പം പണക്കാർ അല്ലെങ്കിൽ കൂടുതൽ ആസ്തിയുള്ളവർ, സമ്പന്നർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പോകുന്നു? കാരണം ഇത് ഇലക്ഷന് നേരിടാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് ഇത് വെച്ച് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളപ്പോൾ ഇതുപോലെ ജനങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുവെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇനി നികുതി ഘടനയിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ 2.5 ലക്ഷമാണ് നികുതിയിൽ
2.5 ലക്ഷം വരെയാണ് നികുതി കൊടുക്കേണ്ടാത്തത്, പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ്. അത് കൂട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. പലരും റിപ്പോർട്ടുകളൊക്കെ വരുന്നു 5 ലക്ഷം വരെ ആക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷെ തീർച്ചയായിട്ടും ഒരു കാരണവശാലും 5 ലക്ഷം വരെ ആക്കില്ല. കാരണം അത് സാമ്പത്തികപരമായിട്ട് തന്നെ തിരിച്ചടിയാവും, ഇപ്പോഴത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാവും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 50,000 രൂപ വരെ, 2.5 ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ 3 ലക്ഷം രൂപ ആക്കിയേക്കും. അതും ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും. 3-3.25 ആക്കിയേക്കും. പിന്നെ വരാൻ പോകുന്നത് സേവിങ്സ്, അതായത് ആൾക്കാരുടെ പ്രത്യക്ഷ നികുതിയിൽ നിന്ന് കിട്ടുന്ന, പ്രത്യക്ഷമായിട്ടുള്ള വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന സേവിങ്സ്, അവരുടെ ധനം അവരെങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി നമുക്കിപ്പം 2 ലക്ഷവും 3 ലക്ഷവും പല കാറ്റഗറിയിലായിട്ടുള്ള ലിമിറ്റ് ഉണ്ട്. അത് ചിലപ്പോൾ ഒരുപക്ഷെ കൂട്ടിയേക്കും. അതാണ് പ്രത്യക്ഷ നികുതിയിലും ആ ഏരിയയിലും വരാൻ പോകുന്നത്. അപ്പം വെല്ലുവിളികൾ ഒരുപാടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വെല്ലുവിളിയുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഗ്ലോബൽ ക്രൈസിസ് ഇതുവരെ തീർന്നിട്ടില്ല. നമ്മുടെ ട്രേഡ്, നമ്മുടെ വ്യാപാരം വളരെ കുറവാണ്. അന്താരാഷ്ട്ര തലത്തിൽ 1% താഴെയാണ് നമ്മുടെ ട്രേഡ് ഉള്ളത്. ഈ കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് നമ്മുടെ ട്രേഡ് കൂട്ടാൻ പറ്റിയിട്ടില്ല. ഉൽപാദനക്ഷമത പല കാര്യത്തിലും നമ്മുടെ മറ്റ് രാജ്യങ്ങളെക്കാളും പിന്നിലാണ്. അത് ഇപ്പോഴൊന്നും അല്ല, പല വർഷങ്ങളായിട്ട് പിന്നിലാണ്. അപ്പോൾ ഉൽപാദനക്ഷമത കൂട്ടാൻ വേണ്ടി കാർഷിക മേഖലയിൽ പർട്ടിക്കുലർലി ഉൽപാദനക്ഷമത കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം കൊണ്ടുവന്നു. അതിലൂടെയുള്ള ഔട്ട്പുട്ട് എന്താണ്? ഇതെല്ലാം ഇപ്പം നമ്മൾ കാണേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് ഏകദേശം 24 ലക്ഷം കോടിയായിരുന്നു. ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 27 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് ആയിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മളിത് വലുതായിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റ് വരുന്നത് കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യണം. എന്താണ് വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും 2 മണിക്കൂറുകൊണ്ട് കഴിഞ്ഞ് അറിയാൻ പറ്റും. ഷജുമോൻ, ഈ ഘട്ടത്തിൽ താങ്കൾ സൂചിപ്പിച്ച വിവിധ മേഖലകളെ സംബന്ധിച്ചുള്ള പരിശോധനയുണ്ട്. ഏതായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ മോദി സർക്കാർ 5 ബജറ്റുകൾ അവതരിപ്പിച്ച് കഴിഞ്ഞു ഇതിനോടകം. ഒരു നിർണായകമായ ഒരു ചോദ്യം, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ, ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ നിരീക്ഷണം, പ്രാഥമിക നിരീക്ഷണം. അല്ല, സ്റ്റാർട്ടപ്പും സ്കിൽ ഇന്ത്യ, ഈ എന്താണ് ഇന്നോവേഷൻ ഹബ്ബ്, അതിൽ ഇന്ത്യ ഇപ്പം ലോകത്തിൽ തന്നെ ഒരു ലീഡിങ് കൺട്രിയായി മാറി എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ സ്കിൽ ഡെവലപ്മെന്റ് ഒരുപാട് പ്രോഗ്രാം കൊണ്ടുവന്നെങ്കിലും നമ്മുടെ ഇപ്പോഴും കണക്കുകൾ പറയുന്നത് നമ്മുടെ ജനസംഖ്യയുടെ 5% പോലും സ്കില്ലില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടില്ല. സ്കിൽ ഡെവലപ്മെന്റ് ഇനി വളരെ രീതിയിൽ വലുതായതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഗവൺമെന്റ് ഒരുപാട് നയങ്ങൾ കൊണ്ടുവന്നു. അത് ഒരുപാട് വർഷങ്ങളെടുത്തേ ആ സ്കില്ല് ഡെവലപ്മെന്റ് കൂടുകയുള്ളൂ. പക്ഷേ ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പുകളിലൊക്കെ ഒരുപാട് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പിലും ഒക്കെ ഇത്ര മുന്നേറ്റം ഉണ്ടായിട്ടും എൻ്റെ അലട്ടുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് ഈ തൊഴിലില്ലായ്മ വർദ്ധിച്ചു എന്നുള്ളതാണ്. കാരണം സ്റ്റാർട്ടപ്പുകളും ഇന്നോവേഷൻസും ഒക്കെ വരുമ്പം സ്വകാര്യ മേഖലയിലൊക്കെ ഒരുപാട് തൊഴിൽ വർദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പം തൊഴിലില്ലായ്മ NSSOയുടെ സർവേ പറയുന്നത് തൊഴിലില്ലായ്മ വളരെയേറെ കൂടി എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 10-40 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ തൊഴിൽ കൊടുക്കാതെയുള്ള വളർച്ച. പക്ഷേ അതേസമയം സമ്പദ് വ്യവസ്ഥ വളരുന്നുണ്ട്. 7.3% ഇപ്പം ഗവൺമെന്റ് റീവർക്ക് ചെയ്തു. ഇപ്പം ഇന്നത്തെ പത്രത്തിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് 7.1 എന്നുള്ളത് 2017-18 7.3 ആയി എന്നാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് റേറ്റ് കൂടുന്നുണ്ട്, വളർച്ച കൂടുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥ വളരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തൊഴിൽ ലഭ്യത കൂടുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ വളർച്ച ഉണ്ടായിട്ട് തൊഴിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ സീരിയസ് ആയിട്ടുള്ളൊരു കാസ് ഓഫ് കൺസേൺ ആണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ അതിരൂക്ഷമായ അസമത്വം വളർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ടെക്നോളജിയുടെ വളർച്ച കൊണ്ടായിരിക്കും, സാങ്കേതിക വിദ്യയുടെയും പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂടുന്നത് കൊണ്ടായിരിക്കാം വളർച്ച കൂടുന്നത്. പക്ഷെ പ്രൊഡക്ടിവിറ്റിയും സാങ്കേതിക വിദ്യയും കൂടുന്നത് കൊണ്ടുള്ള വളർച്ച ബെനിഫിറ്റ് ലാർജർ സെക്ഷനിലൊക്കെയുള്ള പോപ്പുലേഷൻ പോകുന്നില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഇനീക്വാളിറ്റി വർദ്ധിക്കുന്നത്. കാരണം ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെയുള്ള വളർച്ചയാണ്. അപ്പം ഉൽപാദനക്ഷമത പല സ്ഥലങ്ങളിൽ സാങ്കേതിക വിദ്യയിലൂടെയുള്ള വളർച്ചയാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന് പറയും. അപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജിയും ഫോറിൻ ടെക്നോളജിയും കൊണ്ട് വളരുമ്പം ഇതിൽ കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്താതിരിക്കുമ്പം ഈ വളർച്ചയിൽ നിന്നുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആൾക്കാരിലെത്തത്തില്ല. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്യുന്ന ചിലപ്പം ഉൽപാദകരിലാണ് എത്തുന്നത്. അപ്പോൾ ഈ ഉൽപാദകർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ആണ്, വലിയ വലിയ കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനികളുടെ ഇതിലേക്ക് പണം എത്തും. അപ്പോൾ അങ്ങനെ എത്തുന്നത് കൊണ്ടാണ് ഈ കമ്പനികളുടെ വില കൂടുന്നുണ്ട്. കൂടാതെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കൂ. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ അതായത് മാർക്കറ്റിൽ ക്യാപിറ്റൽ വരുന്നുണ്ട്, മാർക്കറ്റിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്, പണം ഒഴുകുന്നുണ്ട്, മൂലധനം ഒഴുകുന്നുണ്ട്. പക്ഷേ ഈ മൂലധനത്തിന്റെ ബെനിഫിറ്റുകൾ ലാർജർ സെക്ഷൻ ഓഫ് പോപ്പുലേഷന്റെ കയ്യിൽ
എത്തുന്നില്ല എന്നുള്ളത് വളരെ പരമമായ സത്യമാണ്. അത് ഈ ഗവൺമെന്റ് ചെയ്യേണ്ടതായിരുന്നു. ഗവൺമെന്റ് ഒരുപാട് പ്രോഗ്രാംസ് കഴിഞ്ഞ ബഡ്ജറ്റിലും കൊണ്ടുവന്നതാണ് അതിനുവേണ്ടി. പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോഴത്തെ വീണ്ടുമുള്ള കണക്കുകൾ, ലേറ്റസ്റ്റ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇന്നിക്വാളിറ്റി വർദ്ധിച്ചു എന്ന് തന്നെയാണ്, തൊഴിലില്ലായ്മ വർദ്ധിച്ചു എന്ന് തന്നെയാണ്. അത് പർട്ടിക്കുലർലി കാർഷിക മേഖലയിലുള്ള തൊഴിലില്ലായ്മ കൂടുതലായിട്ട് രൂക്ഷമായിരിക്കുന്നു. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, കാർഷിക ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപാദനം 289 മില്യൺ ടണ്ണായി, അതായത് കൂടി, ഉൽപാദനം ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം മൺസൂണൊക്കെ നല്ല രീതിയിലായിരുന്നു. അപ്പോൾ കാർഷിക മേഖലയിൽ ഉൽപാദനം കൂടി, മാനുഫാക്ചറിങ് മേഖലയിൽ വളർച്ച കൂടി, ഗ്രോത്ത് കൂടി. അപ്പൊ എല്ലാം വളർച്ച കൂടുന്നു, വരുമാനം കൂടുന്നുണ്ട്. പക്ഷേ ഈ വരുമാനം ആർക്ക് പോകുന്നു? പക്ഷെ തൊഴിലില്ലായ്മ വരുന്നു. അപ്പൊ വരുമാനം കൂടുന്ന വരുമാനം ആൾക്കാരുടെ കയ്യിൽ എത്തുന്നില്ല. അപ്പൊ തൊഴിലില്ലായ്മ കൂടുന്നതിന്റെ അർത്ഥം ലാർജർ സെക്ഷൻ ഓഫ് ആൾക്കാരുടെ കയ്യിൽ ഈ പണം എത്തുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ടാണ് ഇന്നിക്വാളിറ്റി കൂടുന്നത്. തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് ഡ്യൂട്ടി തന്നെ എന്താണ്, പ്രൈവറ്റ് സെക്ടറിന് ഉൽപ്പാദനത്തിന് വിട്ടുകൊടുക്കുന്നതിൽ സാരമില്ല, പക്ഷേ ലാർജർ സെക്ഷൻ ഓഫ് പോപ്പുലേഷനിൽ തൊഴിൽ നൽകുക എന്നുള്ളത് വളരെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു ധർമ്മമാണ്. അത് തീർച്ചയായിട്ടും ചെയ്തേ മതിയാവൂ. ഇനി വരുന്ന ബഡ്ജറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് തൊഴിൽ നൽകുന്നതിന് വേണ്ടി, കാർഷിക മേഖലയ്ക്ക് വേണ്ടിയും കൂടുതൽ ഊന്നൽ നൽകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ഷൈജുമോൻ, ആ പോയിന്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ BJPയുടെ പ്രതിനിധി P. പുരുഷോത്തമൻ ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പുരുഷോത്തമൻ, ഏതായാലും ഇതൊരു പൊളിറ്റിക്കലായി ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ പോകുന്നൊരു ബജറ്റാണ്. അങ്ങനെയാണ് ഇതിനെ അഡ്രസ് ചെയ്യപ്പെടുന്നത്. അക്കാര്യത്തിൽ തർക്കമില്ല. 2019 മെയ് 26-നാണ് ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നത്. നമുക്കറിയാം, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടി BJP സർക്കാരിന് നേരിടേണ്ടി വന്നു. മോദി പ്രഭാവം പിന്നോട്ടടിക്കുന്നു എന്ന നിലയിൽ തന്നെ ദേശീയ മാധ്യമങ്ങളും ദേശീയ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന നിലയിൽ കാര്യങ്ങൾ പോയി. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നത് ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ്. കടുത്ത കർഷക രോഷം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നുണ്ടോ, നന്നായി ഉൾക്കൊള്ളുന്നുണ്ടോ എന്നത് പ്രധാനമാണ്. 13ഓളം വൻ കർഷക റാലികൾ രാജ്യം സാക്ഷ്യം വഹിച്ചു ഈ കാലയളവിൽ എന്നത് വളരെ നിർണായകമാണ്. 2014-16 കാലയളവിൽ 36,376 കർഷകർ ആത്മഹത്യ ചെയ്തു എന്നതും വളരെ നിർണായകമാണ്. ഈ ഘട്ടത്തിലാണ് തൊഴിലില്ലായ്മ അതിരൂക്ഷമായി വരുന്നു എന്ന കാര്യം കൂടി മുന്നിൽ നിൽക്കുന്നത്. ചില ഗുണഗണങ്ങൾ കൂടി സാമ്പത്തിക വളർച്ചയുടെ ഭാഗത്തുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിശക്തമായി ഇന്ത്യൻ ജനതയെ വേട്ടയാടുന്നുണ്ട്. അവർ ഈ ഘട്ടത്തിലും ഈ ബജറ്റിലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാവും ഉറ്റുനോക്കുന്നത്. BJPയുടെ പ്രതിനിധി എന്ന നിലയിൽ എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഘട്ടത്തിൽ? ഈ കഴിഞ്ഞ 26-ാം തീയതി നമ്മൾ 70ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്തത്. കഴിഞ്ഞ 60 വർഷങ്ങളായിട്ട്, 10 വർഷം ഒഴിച്ചാൽ 60 വർഷം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. BJP വാജ്പേയിയുടെ സർക്കാരും മോദി സർക്കാരും ചേർത്ത് വേണമെങ്കിൽ 10 വർഷം 11 വർഷം എന്ന് പറയാം. ഈ കർഷക ആത്മഹത്യയും മറ്റു കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. തൊഴിൽ പ്രശ്നങ്ങൾ വളരെ കാലമായിട്ട് നമ്മുടെ നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. തൊഴിലില്ലായ്മ വർദ്ധിച്ചു, മോദി വന്നതിന് ശേഷം തൊഴിലില്ലായ്മ വർദ്ധിച്ചു എന്ന് പറയുന്നതിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ മോദി കൊണ്ടുവന്ന പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ ചില കടുത്ത തീരുമാനങ്ങൾ ഞാൻ എടുക്കും, ഒരുപക്ഷെ നിങ്ങൾക്കത് അരോചകമായിട്ട് തോന്നിയേക്കാം, എങ്കിലും എടുക്കാതെ വയ്യ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ. ഇത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ മാത്രമേ പറഞ്ഞുള്ളൂ. മേക്ക് ഇൻ ഇന്ത്യ ഞാൻ പറഞ്ഞു, ഇന്നുണ്ട് നമ്മുടെ രാജ്യത്ത് വിറ്റഴിയുന്നത് മുഴുവനും ചൈനയുടെയും മറ്റ് വിദേശ രാജ്യങ്ങളിലെ പ്രോഡക്ട്സാണ്. ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇവിടെ കയറ്റുമതി ചെയ്യുന്നു എന്നുള്ളത്, നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്, ഇൻഡസ്ട്രിയൽ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ 60 വർഷമായിട്ട് 70 വർഷമായിട്ട്. മോദിയുടെ പുതിയ സംരംഭം, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ തന്നെ 9 മാസം 10 മാസം വേണം. കേവലം 4.5 വർഷം കൊണ്ട് ഈ കംപ്ലീറ്റ് ഈ രാജ്യം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആകണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാനാവില്ല. അങ്ങനെ വാദിക്കുന്നതുമില്ല. കാരണം നരേന്ദ്രമോദി തന്നെ ഇതിനോടകം
സമ്മതിച്ചിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ തന്നെ സമ്മതിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ വളരെ രൂക്ഷമാണ് കാര്യങ്ങൾ. നിങ്ങൾ സൂചിപ്പിച്ചത് ശരിയാണ്. 1972 ശേഷമാണ് കോൺഗ്രസ് ഇതര ഒരു സർക്കാർ രാജ്യത്തിനെ അഭിസംബോധന ചെയ്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ ഈ നിലവിലത്തെ സാഹചര്യം അതിരൂക്ഷമല്ലേ എന്നാണ് എന്റെ ചോദ്യം. അതിന് നോട്ട് നിരോധനവും GSTയും അടക്കമുള്ള കാര്യങ്ങൾ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ പരുക്കേൽപ്പിച്ചില്ല എന്ന് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു പോകാനും കഴിയില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം. ജനങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായമാണല്ലോ ഇതിനെല്ലാം തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. നോട്ട് നിരോധനം വന്നതിന് ശേഷമാണ് ഉത്തർപ്രദേശിലും മറ്റും അസംബ്ലി ഇലക്ഷൻ വന്നത്. അവിടെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ വന്നു. അട്ട് നോട്ട് നിരോധനം പരാജയമായിരുന്നെങ്കിൽ ജനങ്ങൾ തിരിച്ച് വോട്ട് ചെയ്തേനെ, BJPക്കെതിരെ വോട്ട് ചെയ്തേനെ. അതല്ല ചെയ്തത്. BJP അധികാരത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ നോട്ട് നിരോധനം ഒരിക്കലും ഒരു പരാജയമായിരുന്നില്ല എന്നത് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ഈ മേക്ക് ഇൻ ഇന്ത്യയിൽ സാധനങ്ങൾ നിർമ്മിക്കണം, ഉണ്ടാക്കണം. മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കനത്ത തോൽവിയെ സംബന്ധിക്കുന്ന തിരിച്ചറിവ് എന്താണ് BJPയുടെ? അത് ഒന്ന് ശരിക്കും പറയാം, ശരിക്കും 15 വർഷമായിട്ട് അവിടെ മധ്യപ്രദേശിൽ അതെന്ന് ചോദിച്ചാൽ പാർട്ടിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അവിടെ. അത് ജനങ്ങളും അറിഞ്ഞതാണ്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ കാലതാമസം നേരിട്ടോ എന്നൊരു സംശയം എനിക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. പല കാര്യങ്ങളും രാജസ്ഥാനിലും മധ്യപ്രദേശിലും അവിടെ ഞാൻ യാത്ര ചെയ്തതാണ്. മധ്യപ്രദേശിലൊക്കെ ശരിക്ക് എല്ലാവരും വിചാരിച്ചിരുന്നത് BJP തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ്, 4ാം പ്രാവശ്യം അധികാരത്തിൽ വരുമെന്നാണ്. എന്തുകൊണ്ടോ വിജയം എപ്പോഴും വിജയമായിരിക്കുമല്ലോ. പക്ഷേ അവിടെ വോട്ടിംഗ് ശതമാനം എടുത്ത് നോക്കിയാൽ അറിയാം, നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ BJP അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാനാവില്ല. ശരി പുരുഷോത്തമൻ, ഏതായാലും ദയവായി തുടരുക. ഇപ്പോൾ ദീർഘകാലം പാർലമെന്റ് അനുഭവങ്ങൾ കൂടിയുള്ള നേതാവെന്ന നിലയിൽ ശ്രീ P. കരുണാകരൻ MP കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കരുണാകരൻ MP, നയപ്രഖ്യാപനത്തിൽ പുതിയ ഇന്ത്യയെ സൃഷ്ടിച്ചതായി രാഷ്ട്രപതി പാർലമെന്റിനെ സംയുക്തമായി അഭിസംബോധന ചെയ്തു. അതായത് 2014 മുൻപ് രാജ്യം അനിശ്ചിതാവസ്ഥയിലായിരുന്നുവെന്നും അതിനെ മറികടക്കാനും സ്ഥിരമായ ഒരു സാമ്പത്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പുതിയ ഇന്ത്യ എന്ന സ്വപ്നത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് രാജ്യത്തിനെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് രാംനാഥ് കോവിന്ദ് പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ഈ വരാൻ പോകുന്ന ഇടക്കാല ബഡ്ജറ്റിനെ? അത് തീർച്ചയായും നമ്മൾ ചർച്ച തുടങ്ങി. BJPയുടെ പ്രതിനിധി അടക്കം, ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ഷൈജുമോൻ അടക്കമുള്ള ആളുകൾ നിരീക്ഷിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ അഡ്രസ്സ് ചെയ്യുന്ന ബഡ്ജറ്റാണ് ഇതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പുതിയ ഇന്ത്യ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ. കരുണാകരൻ, രംഗത്തെ സംബന്ധിച്ചിടത്തോളം സുതാപരമായി എടുത്ത് പരിശോധിച്ചു സാധാരണ ഗുരുതരമായ പ്രതിസന്ധി നിലയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഗവൺമെന്റ് തന്നെ പലതും മറച്ചുവെക്കുകയാണ്. രാജ്യത്തെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മ സാധാരണഗതിയിൽ പ്രസിദ്ധീകരിക്കാൻ റിപ്പോർട്ട് പോലും പ്രസിദ്ധീകരിക്കാൻ ഗവൺമെന്റ് സാങ്കേതിക പ്രശ്നമുണ്ട്. താങ്കളിലേക്ക് വളരെ വേഗം ഷൈജുമോനിലേക്ക് വരികയാണ്. ഈ പറഞ്ഞ രണ്ടുപേരും സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഈ BJPയുടെ പ്രതിനിധി പുരുഷോത്തമൻ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ 1970 ശേഷമാണ് കോൺഗ്രസ് ഇതര ഒരു സർക്കാർ രാജ്യത്തിനെ അഭിസംബോധന ചെയ്ത് അതിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അവര് രാഷ്ട്രീയമായ ക്യാമ്പയിനിൽ നിരന്തരം അത് പറയുന്നുമുണ്ട്. ഞങ്ങളുടെ കയ്യിലേക്ക് ഭരണം കിട്ടുന്ന കാലയളവ് വളരെ ചുരുങ്ങിയതാണ്, കിട്ടിയിട്ട് വളരെ ചുരുങ്ങിയ നാളുകളെ ആയിട്ടുള്ളൂ, അപ്പോൾ ഞങ്ങളുടെ നയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് കുറച്ച് സമയം ആവശ്യമാണ്. പക്ഷേ ഈ കരുണാകരൻ MP ഒക്കെ സൂചിപ്പിച്ചതുപോലെ 45 വർഷത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് രേഖപ്പെടുത്തുമ്പോൾ ആ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കുമ്പോൾ അത് പൂഴ്ത്തിവെക്കേണ്ട ആവശ്യകത എന്താണ്? സാമ്പത്തിക രംഗത്ത് എങ്ങനെയാണ് അതിനെ വീക്ഷിക്കുന്നത്? അത് പൂഴ്ത്തിവെച്ച് 2 സ്വതന്ത്ര അംഗങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിൽ നിന്ന് രാജിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ ഇടക്കാല ബഡ്ജറ്റിന് മുമ്പ് വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു ഘടകമാണത്. ഷൈജുമോൻ,
അല്ല, ഇത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ റിപ്പോർട്ട് ഇപ്പം നമുക്ക് പുറത്തു വന്ന വിവരം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇത് ഡ്രാഫ്റ്റ് റിപ്പോർട്ട് എന്നാണ് ക്ലെയിം ചെയ്യുന്നത്, ഗവൺമെന്റ് ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. നാഷണൽ സാമ്പിൾ സർവേ പീരിയോഡിക്കായിട്ട് നമ്മൾ വളരെ 5 വർഷം കൂടുമ്പോൾ ഈ സർവേ നടത്തി, രാജ്യം മുഴുവൻ സർവേ നടത്തി, സാമ്പിൾസ് എടുത്ത് കണ്ടുപിടിക്കുന്ന സംഗതികളാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇതിന് മുൻപ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ വർദ്ധിച്ച സമയം എന്ന് പറഞ്ഞാൽ 2011 മുതൽ 18 വരെയുള്ള സമയം, 19 വരെയുള്ള സമയം. 11 മുതൽ 19 വരെയുള്ള സമയത്ത് നമുക്ക് ഒരുപാട് വളർച്ച ഉണ്ടായി. പക്ഷേ അതിനപ്പുറം തന്നെ തൊഴിലില്ലായ്മയും കൂടി. അപ്പം അന്താരാഷ്ട്ര നാണയനിധിയുടെ റിപ്പോർട്ടുകൾ തന്നെ പറയുന്നത് നമ്മുടെ GDP, അതായത് നമ്മുടെ GDP ഇപ്പോഴെന്ന് പറഞ്ഞാൽ $ഡോളറിൽ പറഞ്ഞാൽ 2.8 ട്രില്യൺ എന്നാണ് പറയുന്നത്. അത് 2007 വരെ 1 ട്രില്യൺ മാത്രമായിരുന്നു. 2007 മുതൽ 2018 വരെ, അതായത് 7 മുതൽ 18 വരെയുള്ള 11 വർഷക്കാലം കൊണ്ട് ആ 1.8 ട്രില്യനാണ് കൂടിയത്. അതായത് അത്രത്തോളം GDP രാജ്യത്ത് കൂടിയെന്നുള്ളതിൽ ഒന്നും തർക്കമില്ല, അത് കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ കൂടുമ്പം എനിക്കുള്ള ഒരു പ്രശ്നം ഇതാണ്, നമുക്ക് വളർച്ച ഉണ്ടാക്കണം. ഗവൺമെന്റുകളെല്ലാം മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ വളർച്ചയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും രാജ്യം വളരണം. ലോകരാജ്യങ്ങൾക്കിടയിൽ നമുക്ക് നല്ലൊരു പേരുണ്ട്. ഇപ്പോഴും ലോകത്തിൽ 6ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. വളർച്ച സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്ന രാജ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട്. ഇതൊക്കെ സത്യം തന്നെ. പക്ഷേ അതിനപ്പുറം ഈ വളർച്ച ആർക്ക് വേണ്ടി, ഈ വളരുന്ന നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എവിടെ ചെന്നെത്തുന്നു? അപ്പോഴാണ് ഓക്സ്ഫാമും അല്ലെങ്കിൽ ഫോർബസും ഒക്കെ ലിസ്റ്റും കൊണ്ടുവരുന്നത് 60% അല്ലെങ്കിൽ 55% ഈ വളർച്ചയുടെ ബെനിഫിറ്റും കൈക്കലാക്കുന്നത് ഒരു വിഭാഗം അല്ലെങ്കിൽ 1% അല്ലെങ്കിൽ 2% ആൾക്കാരിലാണ്. ബില്യനേഴ്സിന്റെ എണ്ണം ഇപ്പോൾ ഫോർബസ് ലിസ്റ്റ് പുറത്തുവിട്ടതിൽ 15 പേരും കൂടെ കൂടി ഈ വർഷം. കഴിഞ്ഞ വർഷം 15 പേരും കൂടെ കൂടി എന്നാണ് പറയുന്നത് ബില്യനേഴ്സ്. അപ്പോൾ മൾട്ടി ബില്യനേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നത് കൂടണ്ടെന്നല്ല, അതും ഒരു രാജ്യത്ത് അത്യാവശ്യമാണ്. കാരണം എന്താണ്, പ്രൈവറ്റ് സെക്ടർ അത്യാവശ്യമാണ്, ഇതൊക്കെ കൂടേണ്ടതും അത്യാവശ്യമാണ്. പക്ഷേ ഈ തൊഴിലില്ലായ്മ കൂടുന്നതിന്റെ അർത്ഥം ഗ്രോത്ത് ഉണ്ടായിട്ടും തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കിട്ടുന്ന ഗ്രോത്തിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ലാർജർ സെക്ഷൻ ഓഫ് പോപ്പുലേഷനിൽ എത്തുന്നില്ല. ഒന്ന്, ഇത് ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത് പബ്ലിക് സെക്ടറിലായിരിക്കും, പ്രൈവറ്റ് സെക്ടറിലാണ് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ്. അത് കൂടേണ്ടതാണ്. കാരണം സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, ഇന്നോവേഷൻ ഇൻക്യുബേഷൻ മെഷേഴ്സ്, മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാംസിന്റെ കുറെ കഴിഞ്ഞ ബഡ്ജറ്റിലും കുറെ ഫണ്ടൊക്കെ പുഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെ പോകുന്നു എന്നുള്ളതാണ്. അത് എത്ര പേരിലേക്ക് എത്തുന്നു? ഇനി ഒരു കാര്യം, ഈ സ്മാൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ബെനിഫിറ്റ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ് പോയിട്ട്, അല്ലെങ്കിൽ സ്മാൾ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ് പോയിട്ട് ഇതിന്റെ ബെനിഫിറ്റ് പക്ഷേ ചെന്നെത്തുന്നത് ചിലപ്പോൾ ലാർജർ ഇൻഡസ്ട്രീസിലാണ് അല്ലെങ്കിൽ റിച്ചർ സെക്ഷൻസിലാണ്. അപ്പോൾ ഇവിടെയാണ് ഈ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ഈ രാഷ്ട്രീയപരമായിട്ട് എനിക്ക് ഒരു രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞ കാര്യമോ അല്ല, ഗവൺമെന്റ് പറഞ്ഞു. അതായത് NSSO എന്ന് പറയുന്ന ഗവൺമെന്റ് ഏജൻസിയാണ് ഇന്നലെ പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ പുറത്താണ് പറഞ്ഞത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു എന്നുള്ളത്. NSSO പറഞ്ഞ കാര്യമാണ്, അല്ലാതെ മറ്റാരും പറഞ്ഞത്. ഇന്നത്തെ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ പറയുന്നു. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തവണ ഈ സാമ്പത്തിക സർവേ, സാധാരണ ഇക്കണോമിക് സർവേ ബഡ്ജറ്റിന്റെ തൊട്ട് തലേന്ന് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇന്നലെ മനഃപൂർവ്വം തന്നെ ഗവൺമെന്റ് പറഞ്ഞു ഇത്തവണ സാമ്പത്തിക സർവേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റ് ഒരു ഇലക്ഷൻ ഓറിയന്റഡ് ആണെങ്കിലും ഇതുവരെയുള്ള സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതെന്ന് പറഞ്ഞ വൈറ്റ് പേപ്പറാണ്. സാമ്പത്തിക സർവേ എന്ന് പറഞ്ഞ വൈറ്റ് പേപ്പറാണ്. അത് ടേബിൾ ചെയ്തിട്ടില്ല ഇന്നലെ. ഞാൻ ഇന്നലെ രാത്രി വരെ അത് പ്രതീക്ഷിച്ചു. പക്ഷേ രാത്രി വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ ശ്രീ പീയൂഷ് ഗോയൽ പറയുന്നത്, മന്ത്രി പറയുന്നത്, നമ്മൾ ഇത്തവണ സാമ്പത്തിക സർവേ അല്ല, ആ സാമ്പത്തിക സർവേക്ക് പകരം സാമ്പത്തിക സ്ഥിതിയെ പറ്റിയുള്ള ഒരു അവലോകനം ഇന്ന് രാവിലെ വരുന്ന ബഡ്ജറ്റിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സാധാരണ സാമ്പത്തിക സർവേ വരുന്നതാണ്. അതെന്തുകൊണ്ട് മാറ്റിയെന്ന് അറിയത്തില്ല. കാരണം ഒരുപക്ഷെ സാമ്പത്തിക സർവേയിലും ഇത് ഉൾപ്പെട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അൺഎംപ്ലോയ്മെന്റ് കൂടി എന്നുള്ള ഒരു കാര്യം വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മാറ്റിവെച്ചതെന്നും എനിക്ക് സംശയിക്കും. തീർച്ചയായും ഷൈജു മോനിലേക്ക് എത്താം. ഇപ്പോൾ കരുണാകരൻ MP തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീ P കരുണാകരൻ, ഒരു പക്ഷേ ഷൈജു മോൻ സൂചിപ്പിച്ചതുപോലെ ഒരു ലാർജർ സ്കെയിലിലേക്ക് രാജ്യത്തിന്റെ വളർച്ച പോകുന്നതേയില്ല. ഒരു പക്ഷേ ഇടതുപക്ഷം, നിങ്ങൾ അടക്കമുള്ള ആളുകൾ രാജ്യത്തെ വിവിധ ക്യാമ്പയിനുകളിൽ സൂചിപ്പിക്കുന്നത് പോലെ, അത് ആ വാചകങ്ങൾ ഞാൻ വേണമെങ്കിൽ കടമെടുത്ത് പറയാം. രാജ്യത്തെ 119 അതിസമ്പന്നരുടെ ദിവസ വരുമാനം 2200 കോടി രൂപയാണ്. 9 പേരുടെ ആസ്തി രാജ്യത്തെ 50% പേരുടെ സ്വത്തിന് തുല്യമാണ്. ദേശീയ സമ്പത്തിന്റെ 51.53% കൈവശം വച്ചിരിക്കുന്നത് 1% വരുന്ന അതിസമ്പന്നരുമാണ്. ഈ ഘട്ടത്തിലാണ് അച്ഛേ ദിൻ എന്ന വലിയ പഞ്ചിങ് മുദ്രാവാക്യവുമായി മോദി അശ്വമേധം നടത്തുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ അധികാരം ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ഇതാ അവരുടെ ഭരണം പൂർത്തിയാക്കി പോകാനിരിക്കുമ്പോൾ വളരെ ഗൂഢമായ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതുപോലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് വരുന്നില്ല. അതുപോലെ തന്നെ സ്റ്റാറ്റിക്കൽ സമിതിയുടെ റിപ്പോർട്ടിനെ പൂഴ്ത്തിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു പ്രഖ്യാപനങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണോ പ്രതീക്ഷിക്കുന്നത് കരുണാകരൻ MP?
തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നതിനപ്പുറം ഈ വസ്തുതകൾ പൂർണ്ണമായിട്ടും ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നതിൽ ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യം, തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറായില്ല. കാരണം വളരെ രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ നിലനിൽക്കുകയാണ്. നിങ്ങൾ വലിയ വളർച്ചയുണ്ട് എന്ന് പറയുമ്പോഴും ആ വളർച്ചയുടെ ഗുണം സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഗ്രാമപ്രദേശങ്ങളിലെ പുരുഷന്മാരുടെ തൊഴിലില്ലായ്മ 17%, സ്ത്രീകളുടെ 13% എന്ന് പറയുമ്പോൾ നേരത്തെ 5%, 6% ആയിരുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്നൊരു വസ്തുതയാണ്. ഈ രാജ്യത്തിലെ യുവജനങ്ങൾ, ചെറുപ്പക്കാർ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് നിൽക്കുന്നു എന്നതിനാണ്. രണ്ടാമത്തെ പ്രശ്നം, സാധാരണഗതിയിൽ ബഡ്ജറ്റിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം സാമ്പത്തിക സർവേയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ് എന്താണ് വ്യാവസായിക രംഗത്തത്, കാർഷിക രംഗത്തത്, എക്സ്പോർട്ട് രംഗത്ത് എന്താണ്, തൊഴിൽ രംഗത്ത് എന്താണ്, എന്തുകൊണ്ട് അത് അവർ മറച്ചു വെക്കുന്ന അവലോകനമല്ല ആവശ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് തന്നെ ക്ലെയിം ചെയ്യാറുള്ള ഇതാ സാമ്പത്തിക സർവേ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ സാമ്പത്തിക സർവേയും ഇവിടെ മറച്ചു വച്ചിരിക്കുകയാണ്. പിന്നെ വളർച്ചാ നിരക്കിനെ സംബന്ധിച്ച് പറഞ്ഞു, നമുക്കറിയാം GDP ഗ്രോത്ത് അതൊരു അളവുകോൽ തന്നെയാണ്. എന്നാൽ ആ അളവുകോലിൻ്റെ ഭാഗമായിട്ട് സാധാരണ ജനം കിട്ടുന്നുണ്ടോ? രണ്ട് മേഖല നിങ്ങൾ എടുത്തു നോക്കുക. നമ്മുടെ ബാങ്കിങ് മേഖല, ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ബാങ്കിങ് മേഖല. ആ ബാങ്കിങ് മേഖല സാമ്പത്തിക രംഗത്ത് വലിയ തകർച്ചയെ നേരിടുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം. കാരണം എന്താ? NPA കൂടിക്കൊണ്ടിരിക്കുകയാണ്. NPA എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമൻസ് അസറ്റ്സ്. ഞങ്ങൾ പലപ്പോഴും പാർലമെൻറ്റിൽ ചൂണ്ടിക്കാണിച്ചതാണ് ആരാണ് ഈ പണം കൊടുക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തിലെ കർഷക തൊഴിലാളിയോ സാധാരണക്കാരനോ അല്ല. വിജയ് മല്യയെ പോലുള്ള ആളുകൾ, നീരജ് മോദിയെ പോലുള്ള ആൾക്കാർ, ഇതുപോലുള്ള വൻകിടക്കാർ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ബാങ്കുകളിൽ നിന്ന് പണമെടുത്ത് നേരെ വിദേശത്തേക്ക് പോകുന്നു. ഒരു നടപടിയുമില്ല. നിങ്ങൾ ഒരു കർഷക തൊഴിലാളി എടുക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുമല്ലോ. പക്ഷേ അവർ അടക്കേണ്ട പൈസ അതിൻ്റെ ഭാഗമായിട്ട് SBI സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാങ്ക് നടത്താൻ കഴിയുന്നില്ല. പൊതുമേഖലാ ബാങ്കുകൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല. 1 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം പാർലമെൻറ്റ് പാസ്സാക്കിയത്. എന്തിനാണ്? ഈ ബാങ്കുകൾക്ക് കൊടുക്കാൻ. കാരണം അല്ലെങ്കിൽ ബാങ്കുകൾ അടച്ചുപൂട്ടുമെന്നുള്ളത്. അപ്പോൾ ഈ പണം ആർക്കാണ് പോയത്? ഇപ്പോൾ വളർച്ചാ നിരക്ക് വർദ്ധിച്ചു എന്ന് പറയുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പൊതുകടം, ഏറ്റവും വലിയ NPA കിട്ടാക്കടം വർദ്ധിച്ചതിൻ്റെ ഉത്തരവാദി ഈ ഗവൺമെൻറ്റാണ്. അത് വൻകിടക്കാർക്കാണ് പോയിട്ടുള്ളത്. കാരണം അതിൽ ലെൻഡിങ് പോളിസിയിൽ വരുത്തിയ മാറ്റം. മുമ്പ് പ്രോജക്റ്റുകൾ കൊടുക്കാൻ പറ്റത്തില്ല, റിയൽ എസ്റ്റേറ്റുകൾ കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും പ്രോജക്റ്റുകൾക്കും റിയൽ എസ്റ്റേറ്റുകൾക്കും കൊടുത്തു, അവർ തിരിച്ചടക്കുന്നില്ല. തിരിച്ചടക്കാതിരിക്കുമ്പോൾ റിസർവ് ബാങ്കിനോട് പറയുന്നത് നിങ്ങൾ റൈറ്റ് ഓഫ് ചെയ്യൂ എന്നുള്ളത്. അതിനവർ തയ്യാറല്ല. 1935 മുതൽ നമ്മുടെ രാജ്യത്തിലെ റിസർവ് ബാങ്ക് രാജ്യത്തിൻ്റെ മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നതാണ്. ഇപ്പോഴോ മോഡിയുടെ കീഴിലുള്ള ഒരു ഏജൻസിയായിട്ട് അതിനെ മാറ്റുകയാണ്. 99.3% അവരുടെ വരുമാനം ഗവൺമെൻറ് എടുക്കുകയാണ്. എന്നിട്ടും പോരാ എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഉജ്ജയിൻ പട്ട് പോലുള്ള അവരുടെ റിസർവ് ബാങ്ക് ഗവർണർമാർ രാജിവെക്കാൻ തയ്യാറായത്. മാത്രമല്ല ഇന്നത്തെ ഈ സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് പറയാൻ വേണ്ടി കഴിയും നമ്മുടെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് തന്നെ ഡിമോണിറ്റൈസേഷനാണ്. എന്ത് ന്യായീകരണമാണ് ഗവൺമെൻറ് പറയാനുള്ളത്? 83% നോട്ടുകൾ നിങ്ങൾ ഇൻവാലിഡ് ആക്കിയ സമയത്ത്, നിങ്ങളതിന് വിലയില്ല എന്ന് പറഞ്ഞ സമയത്ത് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല എത്രമേൽ പിന്നോട്ട് പോയി എന്നതിൻ്റെ തെളിവായിട്ട് എല്ലാ സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. അശാസ്ത്രീയമായിട്ടാണ് നിങ്ങൾ GST നടപ്പിലാക്കിയത്. ഇത് രണ്ടിൻ്റെയും ഭാഗമായിട്ട് രാജ്യത്തുണ്ടായിട്ടുള്ള സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ റിപ്പോർട്ടുകൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കാതിരിക്കുന്നത്. ഇപ്പോൾ എക്കണോമിക് സർവേ വെക്കാതിരിക്കുന്നത്, അതുപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വെക്കാതിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് 6ാമത്തെ രാജ്യമാണ്, 7ാമത്തെ രാജ്യമാണ്, GDP ആണ്. വാട്ട് ഈസ് ദ പ്രൂഫ്? എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? ഇപ്പോൾ നമ്മൾ എക്കണോമിക് സർവേ വന്നാൽ തന്നെ ഏത് മേഖലയിലാണ് വളർച്ചയുണ്ടായിട്ടുള്ളത്? അത് പ്രധാനപ്പെട്ടതില്ലേ? മാനുഫാക്ചറിങ് മേഖലയിൽ വളർച്ചയുണ്ടായിട്ടുണ്ടോ? കാർഷിക മേഖലയിൽ വളർച്ചയുണ്ടായിട്ടുണ്ടോ? ഇൻഡസ്ട്രിയൽ മേഖലയിൽ വളർച്ചയുണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയത്തില്ല. ബഡ്ജറ്റിൽ കുറച്ച് കണക്കുകൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവതരിപ്പിക്കാൻ അവകാശമില്ല. കാരണം 3 മാസം മാത്രമാണ് ഈ ഗവൺമെൻറ് കാലാവധി. 12 മാസത്തേക്കുള്ളാണ് ബഡ്ജറ്റ്. അത്തരം ചുറ്റുപാടിൽ വോട്ട് ഓൺ അക്കൗണ്ട്സ് ആണ് വരേണ്ടത്, ഇൻറ്റീരിയം ബഡ്ജറ്റോ അല്ല. അപ്പോൾ ബഡ്ജറ്റ്
ജനങ്ങളുടെ മുമ്പിൽ വെച്ച് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇതാ എന്തോ പുതിയ പ്രഖ്യാപനങ്ങൾ, ഒരു പ്രഖ്യാപനങ്ങളുടെ ഘോഷയാത്ര നടത്താൻ സാധ്യതയുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതേസമയത്ത് അതിന് ബേസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ റൂറൽ ഇന്ത്യ, അവിടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ്, കാർഷിക രംഗത്ത് ആത്മഹത്യ വർദ്ധിക്കുകയാണ്. എന്തിന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ അല്ലേ മധ്യപ്രദേശ് ആയാലും രാജസ്ഥാൻ ആയാലും മുമ്പ് ഭരിച്ച സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെയാണല്ലോ ഏറ്റവും വലിയ കാർഷിക സമരങ്ങൾ നടന്നത്. നിങ്ങൾ പറഞ്ഞ 150 MSP അല്ലെങ്കിൽ 50% സ്വാമിനാഥൻ പറഞ്ഞ MSP ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ആത്മഹത്യ തടയാൻ കഴിഞ്ഞു. കൃഷിക്കാർ ഏത് മേഖലയെടുത്ത് പരിശോധിച്ച് നോക്കിയാലും, ഏത് പാർട്ടിയെടുത്ത് പരിശോധിച്ച് നോക്കിയാലും കൊടിയുടെ നിറം നോക്കാതെ തന്നെ അവർ മുമ്പോട്ട് വരുന്നു. കാരണം കാർഷിക മേഖലയെ സംരക്ഷിക്കാനുള്ള സ്ഥായിയായിട്ടുള്ള, ഇപ്പോൾ ബാങ്കിൽ നിന്ന് കടം കിട്ടുമില്ല എന്ന് ഞാൻ പറയുന്നില്ല, ബാങ്ക് ക്രെഡിറ്റ് വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു. 14-16% കടം കിട്ടിയാൽ അതുകൊണ്ട് കൃഷിക്കാർക്ക് നിൽക്കാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം, മാർക്കറ്റിംഗ് ഉണ്ടാവണം, സംഭരണം ശാസ്ത്രീയമായിട്ട് നടത്താൻ വേണ്ടി കഴിയണം. അതെല്ലാം തന്നെ ഈ രാജ്യത്തിൽ കുത്തകക്കാരുടെ കയ്യിലാണ്. അപ്പോൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റാണ് വ്യവസായത്തെ നിയന്ത്രിക്കുന്നത്, കൃഷിയെ നിയന്ത്രിക്കുന്നത്, മറ്റു മേഖലയെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ മോഡിയെയും നിയന്ത്രിക്കുന്നത് അവർ തന്നെയാണ്. അതുകൊണ്ടാണ് കമ്പനീസ് ആക്ടിൽ മാറ്റം വരുത്തിയത്. സാധാരണഗതിയിൽ ഫിനാൻസ് ബില്ലിൻ്റെ ചർച്ചയിൽ ഒരിക്കലും ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരാറില്ല. കമ്പനീസ് ആക്ടിൽ നിങ്ങൾ അമെൻമെൻറ്റ് കൊണ്ടുവന്നത് സ്വകാര്യ കമ്പനികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന നൽകാം, 7.5% വരെ പേര് വെളിപ്പെടുത്തണം. അത് രണ്ടും എടുത്തു കളഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഈ രാജ്യത്ത് ഹലോ പറഞ്ഞോളൂ കരുണാകരൻ MP, കേൾക്കാം, തുടരാം. കമ്പനീസ് ആക്ടിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ കോർപ്പറേറ്റുകൾക്ക് രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ്. ഫിനാൻസ് ബില്ലിൻ്റെ ചർച്ചയിൽ ഒരിക്കലും അത് വരാറില്ല. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ടാക്സ് കുറക്കണോ കുറക്കണ്ടേ എന്നൊക്കെയാണ് തീരുമാനിക്കുക. ഇതിൻ്റെ ഭാഗമായിട്ട് 7.5% ഉള്ളത് വേണ്ടാന്ന് വെച്ചു. അതുപോലെ തന്നെ ആളുകളുടെ പേര് വെളിപ്പെടുത്തേണ്ടതില്ല. ഇലക്ട്രൽ ബോണ്ട് വന്നതോടുകൂടിയിട്ട് 1204 കോടി രൂപയിൽ ഭൂരിപക്ഷവും BJPയുടേതാണ്. ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർത്താണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വരാൻ വേണ്ടി പോകുന്നത് ഈ വലിയ കോർപ്പറേറ്റുകൾക്ക് അവിടെ പണം ഈ രാഷ്ട്രീയ ഭരിക്കുന്ന കക്ഷികൾക്ക് നൽകാനുള്ള നയപരമായിട്ടുള്ള തീരുമാനം പോലും എടുക്കുകയാണ് നിങ്ങൾ. അപ്പോൾ GDP വളരും ഇവരുടെ വരുമാനം കൊണ്ട്. പക്ഷേ സാധാരണ ആൾക്കാർ 2%, 3% ഈ തകർച്ചയിലേക്ക് പോകുന്ന സ്ഥിതിയാണുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഈ പ്രഖ്യാപനം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ പ്രഖ്യാപനത്തോടൊപ്പം ഉണ്ടാവുന്ന മറ്റൊരു ഇന്ത്യ, അത് സ്ട്രഗ്ലിംഗ് ഇന്ത്യയാണ്. നിങ്ങൾ വൻകിടക്കാരുടെ ഇന്ത്യ ഒരു ഭാഗത്താണെങ്കിൽ പാവപ്പെട്ട ആൾക്കാരുടെ ഇന്ത്യ മറുഭാഗത്ത് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, മൊബൈൽ ഇന്ത്യ ഒന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഗ്രാമീണ മേഖലയിലെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ തൊഴിലിൻ്റെ പ്രശ്നം, അതേപോലെ തന്നെ അഴിമതി, അതിൻ്റെ ഇപ്പോൾ കോൺഗ്രസിനെ അഴിമതിയുടെ പേരിലാണ് പറഞ്ഞെങ്കിൽ റാഫേൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങൾ, എന്തിന് പാർലമെൻറ്റിനെ തന്നെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? CAG റിപ്പോർട്ട് കൊടുത്തു എന്നാണല്ലോ സുപ്രീം കോടതിയിൽ പറഞ്ഞത്. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ CAG റിപ്പോർട്ട്, ഇതുവരെ PSC ചർച്ച ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കോടതി വിധി പോലും സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് തെറ്റായ വാർത്തകൾ കൊടുക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഊതി വീർപ്പിച്ച ബലൂണായിരിക്കും വരാൻ വേണ്ടി പോകുന്ന ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ശരി, ശ്രീ P. കരുണാകരൻ MP. ഏതായാലും അദ്ദേഹം ഈ ചർച്ചയിൽ തുടർന്ന് നമ്മളോടൊപ്പം ഉണ്ടാകില്ല എന്നതുകൊണ്ടാണ് അല്പം അധികം സമയം കൂടി അദ്ദേഹത്തിന് അനുവദിച്ചത്. ഏതായാലും നമുക്കിപ്പോൾ ഒരു ഇടവേള അനിവാര്യമാണ്. അതിനുശേഷം നമുക്ക് കൊച്ചിയിൽ നിന്ന് ഡൊമിനിക് പ്രസന്റേഷൻ കോൺഗ്രസിന്റെ പ്രതിനിധി, ഒപ്പം സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് അടക്കമുള്ള അതിഥികൾ കൂടി പുരുഷോത്തമനും ഷൈജുമോനും ഒപ്പം നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. നമ്മുടെ രാജ്യം നിലവിൽ സാമ്പത്തിക അടിത്തറ ശക്തമല്ലാത്ത നിലയിലാണ് എന്ന ഏക അഭിപ്രായം സാമ്പത്തിക നിരീക്ഷകരെല്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നികുതി വരുമാനം ഉയർന്നിട്ടില്ല, ധനക്കമ്മി 3.3% ആക്കണം എന്നത് കടുത്ത വെല്ലുവിളിയായി തന്നെ കേന്ദ്രത്തിന് മുന്നിൽ നിൽക്കുന്നുമുണ്ട്. ഈ കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 11 മണിക്ക് രാജ്യത്തിന്റെ 89ാമത് ബജറ്റ് രാജ്യം കേൾക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് കൂടി ഈ ഡിസ്കഷനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പുതുതായി. മേരി ജോർജ്, തീർച്ചയായും താങ്കൾ അടക്കമുള്ള സാമ്പത്തിക വിദഗ്ധർ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത് വ്യത്യസ്തമാണ് ഒരുപക്ഷെ സാധാരണക്കാരായ ഞങ്ങളടക്കമുള്ള ആളുകൾ കേൾക്കുമ്പോൾ. അത് പറയാൻ കാരണം നോട്ട് നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ മോദിയുടെ സാമ്പത്തിക സമീപനങ്ങളിൽ ചില പോസിറ്റീവായ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിച്ച ഒരു സാമ്പത്തിക വിദഗ്ധയാണ് കേരളത്തിൽ മേരി ജോർജ്. ഏതായാലും ഇന്ത്യൻ സമ്പദ്ഘടന മുന്നേറ്റത്തിന്റെ പാതയിലെന്ന IMFന്റെ ഒരു ലോക സാമ്പത്തിക അവലോകന റിപ്പോർട്ടുണ്ട്. അത് എണ്ണവില താഴുന്നതും പണപ്പെരുപ്പം കുറയുന്നതും അതിന് തുണയാകുന്നു എന്ന് അതിൽ പറയുന്നുണ്ട്.
മൊത്തം ആഭ്യന്തര ഉൽപാദനം 7.3% വളരുമെന്ന് ലോകബാങ്കിന്റെ ഒരു പ്രവചനമുണ്ട്. അടുത്ത 2 വർഷങ്ങളിൽ അത് 7.5% ആയിരിക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ സാമ്പത്തിക അടിത്തറ ഒട്ടും ഭദ്രമല്ല, ഒട്ടും ശക്തമല്ല എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. നികുതി വരുമാനം ഉയർന്നിട്ടില്ല. ധനക്കമ്മി 3.3% ആക്കണം എന്ന ഈ പ്രഖ്യാപിതമായ ഒരു കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമുണ്ട്. കടുത്ത വെല്ലുവിളിയായി അത് നിൽക്കുന്നുണ്ട്. കർഷകരും തൊഴിലില്ലായ്മയും അതിരൂക്ഷമായ പ്രശ്നമായി രാജ്യത്തിന് മുന്നിലേക്ക് വരുന്നു. വളരെ വളരെ സങ്കീർണമാണ് പ്രശ്നങ്ങൾ. മേരി ജോർജ്. തീർച്ചയായിട്ടും സങ്കീർണമാണ് പ്രശ്നങ്ങൾ. കാരണം നരേന്ദ്രമോദി ഭരണത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ് മുതൽ തൊഴിലില്ലായ്മയിൽ ഒരു എന്താ പറയുക, തൊഴിലില്ലായ്മയുടെ ഒരു വർധനവല്ല, തൊഴിലില്ലായ്മ കുറയുന്നില്ല എന്ന ഒരവസ്ഥ സംജാതമായിരുന്നു. അതായത് രണ്ടാം UPA ഗവൺമെൻറ് അവസാന ഘട്ടം മുതൽ അത്. പക്ഷേ മോദി ഗവൺമെൻറ് ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് അന്ന് മോദി ഗവൺമെൻറ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്, ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഒരു വർഷം 2 കോടി തൊഴിൽ എന്ന രീതിയിൽ തൊഴിൽ സൃഷ്ടിക്കുമെന്ന്. അങ്ങനെ പ്രത്യാശ കൊടുത്താണ് ഗവൺമെൻറ് ഭരണത്തിൽ വന്നത്. പക്ഷേ ഭരണത്തിൽ വന്നതിന് ശേഷമുള്ള കണക്കുകൾ, യഥാർത്ഥമായ ഗവേഷണ പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നത് തൊഴിൽ ഇല്ലായ്മ നിരക്ക് വർദ്ധിക്കുന്നു എന്നാണ്. അപ്പോൾ ആ കാരണം കൊണ്ടാണത്രേ ഇന്നിപ്പോൾ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് ടേബിളിൽ വയ്ക്കുകയും പുറത്ത് വിടുകയും ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയെ പറ്റി ഇപ്പോൾ മനസ്സിലാക്കുന്നതിനേക്കാളും ഭയാനകമായ കാര്യങ്ങൾ ഒരു പക്ഷേ മനസ്സിലാക്കേണ്ടി വന്നേനെ. കാരണം ഡീമോണിറ്റൈസേഷന് ശേഷം തകർന്നടിഞ്ഞ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഒരു മേഖല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുടുംബങ്ങളും ജനങ്ങളും ജീവനോപാധി കണ്ടു കിട്ടുന്ന മേഖല, ആ മേഖലയാണ് തകർന്നടിഞ്ഞത് ഡീമോണിറ്റൈസേഷനോടെ. അങ്ങനെ തകർന്നടിഞ്ഞതിന് ശേഷം സാധാരണ വേൾഡ് ബാങ്കും ഒക്കെ കണക്ക് കൂട്ടി പറയാറുണ്ട് 1% മുതൽ 2% വരെ GDP ഗ്രോത്ത് തടസ്സപ്പെടാം അങ്ങനെ ഡീമോണിറ്റൈസേഷൻ കൊണ്ടുവന്നാൽ. അതായത് ഡീമോണിറ്റൈസേഷൻ്റെ തന്നെ ഏറ്റവും ഭീകര രൂപത്തിലായിരുന്നു ഇന്ത്യയിലെ ഡീമോണിറ്റൈസേഷൻ. ഏകദേശം 87%, അതായത് 86.6% കറൻസിയാണ് പിൻവലിച്ചു പോയത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന അതിൻ്റെയൊക്കെ പ്രത്യാഘാതം, അതായത് നമ്മുടെ GDP ഗ്രോത്തിൽ ആ വർഷവും 2% ഡിക്ലൈൻ ഒന്നും വന്നില്ല. നേരിയ കിഴിവ് മാത്രമാണ് GDP ഗ്രോത്തിൽ, നേരിയ ചലനം, താഴോട്ടുള്ള ചലനം മാത്രമാണ് കാണിച്ചത്. അതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ട്വിസ്റ്റ് ചെയ്താണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയുമല്ല, സത്യസന്ധമായ കണക്കുകൾ രേഖപ്പെടുത്തും എന്നുള്ളത് കൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം തൊട്ടുള്ളതൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത്. സ്വതന്ത്ര അംഗങ്ങൾ രാജിവെച്ചു മെനഞ്ഞാന്ന്, ഈ പൂഴ്ത്തിവെച്ചു. അതായത് 2 മാസങ്ങൾക്ക് മുൻപ് മേരി ജോർജ് സൂചിപ്പിച്ചതുപോലെ ഒരു കൃത്യമായ വിവരം ഇതിനെ സംബന്ധിച്ച് സർക്കാരിന് നൽകിയിരുന്നു. പക്ഷേ ഇത് പുറത്ത് വന്നിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിലെ 2 അംഗങ്ങൾ കൂടി രാജിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഒരു അവ്യക്തത എപ്പോഴും പൊതുസമൂഹവുമായി ഇവർ നിലനിർത്തുന്നുണ്ട്. ഒരു അവ്യക്തതയല്ല, സത്യസന്ധമായി പറഞ്ഞാൽ ഒരു കള്ളത്തരം. അതായത് അവർ പറയുന്ന കണക്കുകൾ നമുക്കറിയാം. BJP നേതാക്കന്മാർ സാധാരണ സ്റ്റേജുകളിൽ പറയുന്ന കാര്യങ്ങൾ ശുദ്ധ കള്ളമാണ് വിളിച്ചു പറയുന്നത്. അത് പറയുന്നത് കേട്ടാൽ ഏറ്റവും വലിയ പരമാർത്ഥമാണ് എന്ന് തോന്നും. കാരണം അവരെ അതൊക്കെ പഠിപ്പിച്ച് വശാക്കാൻ ഏതോ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പാണ് അവർക്ക് ഈ കള്ളക്കണക്കുകൾ കൊടുത്ത് ഇതാണ് യഥാർത്ഥ കണക്ക് എന്ന് പഠിപ്പിച്ചു വയ്ക്കുന്നത്. അതുകൊണ്ട് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ നേതാക്കന്മാരൊക്കെ ഇത്ര ശുദ്ധ കള്ളത്തരം വിളിച്ചു പറയത്തക്ക രീതിയിലുള്ള ആൾക്കാരാണെന്ന്. അപ്പോൾ അങ്ങനെ കള്ളക്കണക്കുകൾ നിരത്തി ഇന്ത്യ വളരെ ശ്രേയസ്കരമായ രീതിയിൽ വളർന്നിരിക്കുന്നു ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട്. വീണ്ടും നിങ്ങൾ ഞങ്ങളുടെ കയ്യിലേക്ക് ഈ ബാറ്റൺ തരിക, ഞങ്ങൾ ഇതിനേക്കാൾ ശക്തമായ ഉയരങ്ങളിലേക്ക് ഇന്ത്യയെ എത്തിക്കാം എന്ന ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കാനാണ് ഈ ഇരുട്ട് മറച്ചു വെച്ചുകൊണ്ട്, അതായത് ഇരുട്ടാണ്, ആ ഇരുട്ട് മറച്ചു വെച്ചുകൊണ്ട് ഒരു പുകമറ പരത്തി അതിനകത്ത് നിന്ന് പറയുക ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇത് എംപ്ലോയ്മെന്റിന്റെ കാര്യം. അപ്പോൾ ഈ എംപ്ലോയ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ ഡീമോണിറ്റൈസേഷന്റെ ഇമ്പാക്റ്റ് തൊട്ടുള്ളതാണ് ഈ എംപ്ലോയ്മെന്റ് ജനറേഷൻ. അത് 2 കോടി തൊഴിൽ സൃഷ്ടിക്കും എന്ന് പറഞ്ഞു വന്നിട്ട് എംപ്ലോയ്മെന്റിന്റെ കുതിപ്പ് താഴോട്ടാണ്. ഒരു വർഷം 2 കോടി
ഒരു വർഷം 2 കോടി തൊഴിൽ എന്നാണ് പറഞ്ഞിരുന്നത് മാനിഫെസ്റ്റോയിൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് ഇതുപോലെ തൊഴിൽ താഴോട്ട് പോകുന്നത്. എന്ത് ഉത്തരമാണ് അതിന് കൊടുക്കാൻ കഴിയുക? സ്വന്തമായി കൊണ്ടുവന്ന മണ്ടൻ തീരുമാനങ്ങൾ. ആ മണ്ടൻ തീരുമാനങ്ങളുടെ പേരിൽ GST മണ്ടൻ തീരുമാനം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ GST കൊണ്ടുവന്നപ്പോഴും ആ ഇന്ത്യയിലെ എൻവയോൺമെന്റ് അതിന് വേണ്ട തരത്തിൽ എന്താ ഫെസിലിറ്റേറ്റ് ചെയ്യണമല്ലോ. നമ്മൾ ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ ഒരു പുതിയ സംവിധാനം കൊണ്ടുവരുമ്പോൾ അതിനെ പ്രവർത്തനക്ഷമമാക്കണമെങ്കിൽ വേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കണം. ആ സാഹചര്യ സൃഷ്ടിയിൽ പറ്റിയ പോരായ്മകൾ കൊണ്ടാണ് GSTയും ഇപ്പോഴും, അതായത് വേ ബില്ലിംഗ് കൊണ്ടുവന്നു 2018 ഏപ്രിൽ 1 മുതൽ. പക്ഷേ വേ ബില്ലിംഗ് ഇപ്പോഴും പൂർണ്ണമായിട്ട് നടക്കുന്നില്ല. അതായത് ഒരു പ്രശ്നങ്ങളില്ലാതെ വേ ബില്ലിംഗ് നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ നികുതി നിഷേധം, അണ്ടർ റിപ്പോർട്ടിംഗ്, അതായത് ഒരു ട്രക്കിൽ കയറ്റി കഴിഞ്ഞ ഉൽപ്പന്നത്തിൻ്റെ തന്നെ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് അസർട്ടൈൻ ചെയ്യാതെ കള്ള ഇൻവോയ്സസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് വേ ബില്ലിൽ. അങ്ങനെ വരുമ്പോഴേക്കും അവിടെ ഈസി ആയിട്ട് നികുതി വെട്ടിയിലാണ് നടക്കുന്നത്. അപ്പം ഇതിനെയൊക്കെ ശരിക്ക് കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ ടെക്നോളജിക്കലായിട്ട് വേ ബില്ലിംഗ് സമ്പ്രദായത്തെ കുറ്റമറ്റതാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ഗവൺമെന്റൽ മെഷീനറി മുഴുവനും ഗവൺമെന്റിന്റെ സ്തുതിപാഠകരാക്കി അല്ലെങ്കിൽ സ്തുതി പാടാനുള്ള മെഷീനറി ആക്കി മാറ്റിക്കൊണ്ട് മറ്റു കാര്യങ്ങൾ, അതായത് ഈ ഇക്കോണമിയെ എങ്ങനെ കൈപിടിച്ചുയർത്താം, ഇവിടെ എങ്ങനെ തൊഴിൽ സൃഷ്ടിക്കാം, നമ്മുടെ കാർഷിക മേഖല, അതായത് ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടി കർഷകന് താങ്ങുവിലയായി കൊടുക്കാം എന്ന് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞു. അപ്പോൾ തന്നെ ഡോക്ടർ MS സ്വാമിനാഥനെ പോലുള്ളവർ തന്നെ പറഞ്ഞിരുന്നു. അത് അദ്ദേഹമാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് ആദ്യം, അതായത് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇങ്ങനെ താങ്ങുവില ഉൽപാദന ചെലവിനേക്കാൾ ഇരട്ടിയായി കൊടുത്താൽ മാത്രമേ കർഷകർക്ക് സമാധാനം കിട്ടൂ എന്ന്. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നപ്പോഴും അതിൻ്റെ കൂടെ നിയമങ്ങളില്ല. എന്താണ് നിയമങ്ങൾ വേണ്ടത്? ഈ ഓൾ ഇന്ത്യ തലത്തിലെ 80% കർഷകർ നാമമാത്ര ചെറുകിട കർഷകരാണ്. അവർക്ക് ഉൽപാദനം എന്ന് പറയുന്നത് ഉപഭോഗത്തിന് വേണ്ടി മാത്രമാണ്, മാർക്കറ്റബിൾ സർപ്ലസ് ഇല്ല. അപ്പോൾ ഈ 1.5 ഇരട്ടി കൊടുക്കാം താങ്ങുവില എന്ന് പറയുന്നത് മാർക്കറ്റബിൾ സർപ്ലസ്, വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഭാഗത്തിന് മാത്രമേ അങ്ങനെ പിന്നെ വില കിട്ടൂ. തീർച്ചയായും ശ്രീ മേരി ജോർജ്, ദയവായി ക്ഷമിക്കുക, നമുക്ക് ഡൊമിനിക് പ്രസന്റേഷനിലേക്കും പുരുഷോത്തമനിലേക്കും എത്തേണ്ടതുണ്ട്. കരുണാകരൻ MP അല്പസമയത്തിനകം അദ്ദേഹം നമ്മളെ ചർച്ചയിൽ നിന്ന് പോകണം എന്ന് പറയുന്നുണ്ട്. ഒരു ചോദ്യം കൂടി, ഒരു അവസരം കൂടി അദ്ദേഹത്തിന് ഇവിടെ ഇടപെടാൻ വേണ്ടി നൽകുകയാണ്. ശ്രീ കരുണാകരൻ MP, ഇതുപോലെ മേരി ജോർജ് സൂചിപ്പിച്ചതുപോലെ നാമമാത്രമായ കർഷകർ, വ്യാപാരികൾ, ഇടത്തരക്കാർ, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അവരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക എന്നത് പരമ്പരാഗതമായി BJPയുടെ വോട്ടിംഗ് ബാങ്കിനെ നിലനിർത്തുന്നതിൻ്റെ ആവശ്യകത കൂടിയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം 49% കടത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് എന്ന പൊതു കണക്ക് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് 2014 കണക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ കടത്തിലാണ്. പക്ഷേ ഒരു വർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ നൽകുന്നത് അടക്കമുള്ള ഒരു കാര്യവും ഇവിടെ നടന്നിട്ടുമില്ല. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങളെ കൂടി രാഷ്ട്രീയമായി കൂടി നിരീക്ഷിക്കുന്നത്? അല്ല, അത് തന്നെയാണ് ഞങ്ങൾ ആദ്യം സൂചിപ്പിച്ചത്. BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞ 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങളിൽ ഒന്ന് വിലക്കയറ്റായിരുന്നു, മറ്റൊന്ന് തൊഴിൽ പ്രശ്നമായിരുന്നു, മറ്റൊന്ന് കാർഷിക രംഗത്ത് ആത്മഹത്യയായിരുന്നു, മറ്റൊന്ന് നമ്മുടെ രാജ്യത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. ഈ 5 കാര്യങ്ങളിലും പൂർണ്ണമായിട്ടും പരാജയമാണ് BJP ഗവൺമെൻറ്. പരാജയം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം വൻകിടക്കാർക്ക് വേണ്ടിയിട്ടാണ് മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികളിലേക്ക് പോയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. 10 കോടി ആൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാർഷിക ആത്മഹത്യ തടയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. 8 BJP കൃഷിക്കാരെയാണ് മധ്യപ്രദേശിൽ BJP ഗവൺമെൻറ് തന്നെ വെടിവെച്ച് കൊന്നത്. കാരണം അവർ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ. അഴിമതി തടയാൻ കഴിഞ്ഞിട്ടില്ല. അഴിമതിയുടെ കേളി രംഗമായിട്ട് ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലുപരിയായിട്ട് നമ്മുടെ രാജ്യത്തിലെ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട പാർലമെൻറ്റോ ഭരണസ്ഥാപനങ്ങളോ അതൊക്കെ തന്നെ ദുർബലപ്പെടുത്തുന്ന നിലവിലേക്ക് ഗവൺമെൻറ് പോവുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ സാമ്പത്തിക രംഗത്തെ സ്ഥിതി പൂർണ്ണമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ആവശ്യമായ, ഇപ്പോൾ ഞങ്ങൾക്കറിയാം, ഒരു പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചാൽ 27 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ആ 27 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓരോന്നിനും പോകേണ്ടതാണ് പൂർണ്ണമായിട്ടുള്ള പരിശോധനയ്ക്ക്. എന്തായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടത്? പൂർണ്ണമായിട്ടുള്ള ഏകാധിപത്യ സമീപനമല്ലേ. ഇപ്പോൾ നമ്മുടെ റിസർവേഷൻ ബില്ല് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് വൈകുന്നേരം പാസ്സാക്കി.
യഥാർത്ഥത്തിൽ ഭേദഗതി കൊടുക്കാൻ വേണ്ടി പോലും സമയം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് 3 ബില്ലുകൾ അവർ കൊണ്ടുവന്നു. ഇപ്പോൾ ഈ പുതിയ ഇന്നത്തെ സാഹചര്യത്തിൽ യഥാർത്ഥ വസ്തുത ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാതെ എന്തോ ഒരു വലിയ മഹാകാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ പ്രചരണം നടത്താനാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ ആ പ്രചരണം ഏശാൻ വേണ്ടി പോകുന്നില്ല. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അത് തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വോട്ട് ഓൺ അക്കൗണ്ട്സ് ആണ് കൊണ്ടുവരേണ്ടത്, ബഡ്ജറ്റല്ല. 4 മാസത്തെ പണം ചെലവിന് വേണ്ടിയിട്ടുള്ളത്, നിത്യദിന ചെലവിന് വേണ്ടിയിട്ടുള്ളതാണ് ആവശ്യപ്പെട്ടത്. അതിന് പകരം മറ്റൊന്നല്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ 12 മാസത്തേക്ക് അധികാരമില്ലാത്തൊരു ഗവൺമെൻറ് 2 മാസം മാത്രം കാലാവധിയുള്ളൊരു ഗവൺമെൻറ് ഇത്തരം ഒരു ബഡ്ജറ്റ് കൊണ്ടുവരുന്നത് തന്നെ നമ്മുടെ പാർലമെൻറ്റ് രീതിയിൽ യോജിച്ചതല്ല. ഈ ചുറ്റുപാടിൽ സാമ്പത്തിക രംഗത്തെ യഥാർത്ഥ സ്ഥിതി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പാർലമെൻറ്റിൽ വൈറ്റ് പേപ്പർ വെക്കണം. ഞങ്ങൾ ഇപ്പോൾ പാർലമെൻറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ 2 കാര്യങ്ങളും ഉന്നയിക്കും. ഒന്ന്, നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവകാശമില്ല. മറ്റൊന്ന്, എക്കണോമിക് സർവേ കൊണ്ടുവരാത്ത ചുറ്റുപാടിൽ വൈറ്റ് പേപ്പർ വെക്കണമെന്നുള്ളത് ഇപ്പോൾ തന്നെ ഞങ്ങൾ 11 മണിക്ക് പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഉന്നയിക്കാൻ വേണ്ടി പോവുകയാണ്. ശരി, പി കരുണാകരൻ. ഏതായാലും ഡൊമിനിക് പ്രസന്റേഷൻ കൂടി ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഏതായാലും ഇപ്പോൾ കരുണാകരൻ MP സൂചിപ്പിച്ചതുപോലെ വോട്ട് ഓൺ അക്കൗണ്ടിന് സംബന്ധിക്കുന്ന കാര്യത്തിൽ ഒരു ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങളൊന്നും ഈ സർക്കാരിന് മുന്നിൽ ഇല്ല. പക്ഷേ ഞാൻ ഈ ചോദ്യം ആവർത്തിക്കുകയാണ് താങ്കളോട്. ഇപ്പോൾ പുരുഷോത്തമൻ ഈ ചർച്ചയിൽ ചേരുമ്പോൾ തന്നെ പറയുന്നത് കഴിഞ്ഞ ഒരു 10-60 വർഷമായി അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ഗവൺമെൻറ്റുകളെയും അഡ്രസ്സ് ചെയ്യുന്നത് കോൺഗ്രസോ മറ്റ് ഇതര സർക്കാരുകളോ ആണ്. അതിന് BJPക്ക് ഒരു നിർണായകമായ സ്വാധീനം ചെലുത്താനായിട്ടില്ല. അച്ഛേ ദിൻ എന്ന വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടാണ്, അതായത് സ്റ്റാൻഡപ്പ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ, അങ്ങനെയുള്ള ചില പ്രകമ്പനം സൃഷ്ടിക്കുന്ന, യൂത്തിനെ അട്രാക്ട് ചെയ്യുന്ന ചില മുദ്രാവാക്യങ്ങളുമായാണ് മോദി ഇവിടേക്ക് ലാൻഡ് ചെയ്യുന്നത് പ്രധാനമന്ത്രി എന്ന നിലയിൽ. പക്ഷേ ഇപ്പോൾ രൂക്ഷമായ പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. ഒരു പക്ഷേ രാജ്യത്ത് 45 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയെ രാജ്യം അഭിമുഖീകരിക്കുന്നു. അതും ഗ്രാമങ്ങൾക്കാളും ഉപരി നഗരങ്ങളിലാണ് തൊഴിലില്ലായ്മ നിരക്ക് കൂടുതൽ എന്ന് പറയുന്നു. ഈ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ പലതും കൃത്യമായ നിലയിൽ സുതാര്യമായി പൊതുസമൂഹത്തിനിടയിൽ എത്തുന്നതുമില്ല. പക്ഷേ ഇതെല്ലാം സൂചിപ്പിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ എല്ലാം അവരൊരു മറുപടിയായി ഞങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളോട് പറയുന്നത് BJPക്ക് അവസരം കിട്ടിയിട്ടില്ല എന്നാണ്. കോൺഗ്രസിന്റെ തുടർച്ചയായ നയത്തിന്റെ ഒരു പ്രശ്നമാണ് ഈ സാമ്പത്തികമായ അപജയത്തിന്റെ കാതലായ അടിസ്ഥാനമായി നിലനിൽക്കുന്നത് എന്നാണ് അവർ സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഡൊമിനിക് പ്രസന്റേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് നോക്കാമല്ലോ. ഈ കോൺഗ്രസിന്റെ കണ്ടിന്യൂസ് ഭരണം ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് BJP വീണ്ടും ഭരിച്ചിട്ടുണ്ട്, വേറെ ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നയങ്ങളുടെ വൈകല്യമാണെന്നുണ്ടെങ്കിൽ ഇവർക്കിത് ഒന്നെങ്കിൽ ഇത് 2014 വന്നപ്പോൾ പറയാമായിരുന്നു, അല്ല ഇപ്പോൾ പറയാമല്ലോ. ഇപ്പോൾ ഈ എക്കണോമിക് സർവേ എന്ന് പറയുന്നത് എത്രയോ കാലമായി പാർലമെൻറ്റിൽ വയ്ക്കുന്ന ഇന്ത്യയുടെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയല്ലേ, അതെന്തുകൊണ്ട് വെക്കുന്നില്ല? ഇപ്പം തന്നെ നാഷണൽ സാമ്പിൾ സർവേയുടെ റിപ്പോർട്ടാണ് അതിൻ്റെ വില 4 പേര് രാജിവെച്ച് പോയത്. അപ്പോൾ ഈ മോഡി ഗവൺമെൻറ് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ തകർക്കുകയാണ്. അതിൻ്റെ സുതാര്യത ഇല്ലാതാക്കി അതിനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഡേഞ്ചർ. അതാണ് ഫാക്ട്സ് പറയുന്നില്ല എന്ന് മാത്രമല്ല, ആ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരേണ്ട സ്ഥാപനങ്ങളെ തന്നെ അതിനെ മോശപ്പെടുത്തി അവർ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിലേക്ക് അവരുടെ വിശ്വാസത്തെ തകർക്കുന്നു. അതാണ് മോഡി ഗവൺമെൻറ് ഈ 5 വർഷം പൂർത്തിയാകാൻ പോകുമ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതാണ്. പിന്നെ മോഡി ഡീപ്പായിട്ട് പോകുന്ന ആളല്ലല്ലോ. അദ്ദേഹം നല്ലൊരു ആക്ടറാണ്, നന്നായി പ്രസംഗിക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഹിന്ദി ഭാഷയൊക്കെ ഒരു മസ്മരിച്ചുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പോകുന്നതല്ലാതെ അദ്ദേഹം ഏത് കാര്യത്തിലാണ് ഡീപ്പായിട്ട് പോയിട്ടുള്ളത്? അദ്ദേഹം വളരെ ഒരു 8 മണിക്കാണ് ടെലിവിഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ നോട്ട് മുഴുവൻ പിൻവലിക്കുന്നു. അതിനുശേഷം അതിനെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താണ് എൻ്റെ പ്രത്യാഘാതം? സത്യം പറഞ്ഞാൽ നോട്ട് പിൻവലിച്ചതിൻ്റെ പ്രത്യാഘാതത്തിൻ്റെ കൂടെയാണ് ഈ നമ്മുടെ നഗരങ്ങളിലെ ഈ അൺഎംപ്ലോയ്മെന്റ് കൂടാൻ കാരണം. കൊച്ചു കൊച്ചു കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവർക്കൊന്നും പണമില്ലാതായി. ഡൊമിനിക് പ്രസന്റേഷൻ, പുരുഷോത്തമൻ പറയുന്നത് നോട്ട് നിരോധനം രാജ്യത്തിനെ ഒരു നിലയിലും ബാധിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ചർച്ചയിൽ ചേരുന്നത് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്.
അത് തന്നെയാണ് BJP-ക്കാരുടെ മിടുക്കെന്ന് പറയുന്നത്. ശ്രീമതി മേരി ജോർജ് പറഞ്ഞ കറക്റ്റാ. പഠിപ്പിച്ച് വിടുവാണ്. ഈ പാവം അതിൻ്റെ വിടൂല്ലേ, അതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, മോഡി പിൻവലിക്കാൻ പറഞ്ഞ കാരണങ്ങൾ എന്തായിരുന്നു? കള്ളപ്പണം ഇങ്ങനെ എത്ര കള്ളപ്പണം പിടിച്ചു? ഇപ്പോഴും ഭൂട്ടാനിൽ നിന്നും നേപ്പാളിൽ നമ്മുടെ കറൻസി ബാക്കി വരാനുണ്ട്. അതുകൂടെ വന്നു കഴിയുമ്പോഴേക്കും മുഴുവൻ പ്രശ്നമാകാൻ പോവാണ്. അപ്പോൾ ഇവർ പറഞ്ഞ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ സമ്പദ്ഘടന തകർക്കുകയാണ് ചെയ്തത്. താങ്കളിലേക്ക് വളരെ വേഗം എത്താം. പുരുഷോത്തമനിലേക്ക് തന്നെ പോവുകയാണ്. പുരുഷോത്തമൻ, എങ്ങനെയാണ് പൂർണ്ണ വിശ്വാസത്തോടു കൂടി താങ്കൾ ഈ ഘട്ടത്തിലും അങ്ങനെ ഒരു വാർത്തയെ, അങ്ങനെ ഒരു അഭിപ്രായത്തെ അഡ്രസ് ചെയ്യുന്നത്? നോട്ട് നിരോധനം രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ഒരു നിലയിലും ബാധിച്ചിട്ടില്ല എന്ന് ഒരു പക്ഷേ ഇന്നലെ അടക്കം മാധ്യമങ്ങളെല്ലാം സ്വതന്ത്രമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ പരുക്കിനെ രാജ്യത്തിലെ ജനങ്ങൾ അതിജീവിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതിനെ ഒരു ചരിത്രപരമായ അടയാളപ്പെടുത്തലായി നമ്മൾ കുറിച്ചു വെക്കണം. കാരണം അതൊരു വലിയ പല തലത്തിലും പിന്നോട്ടടിയായിരുന്നു. ഒരുപാട് ആളുകൾക്ക് മരണപ്പെടേണ്ടി വന്നു, പൊതു ഇടങ്ങളിൽ വീണു മരിച്ചു. സ്വന്തം കാശ് എടുക്കാൻ വേണ്ടി വെയിലത്ത് നിന്ന് അതിനുവേണ്ടി ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ മക്കളുടെ വിവാഹത്തിന് വേണ്ടി മാറ്റിവെച്ച പണം അത് കിട്ടാതെ വലിയ പ്രതിസന്ധി രാജ്യത്ത് സൃഷ്ടിച്ച ഒരു വിഷയമായിരുന്നു അത്. ഇപ്പോൾ ഒരു ഇടക്കാല ബഡ്ജറ്റ് വരുന്നു, തെരഞ്ഞെടുപ്പിനെ തന്നെയാണ് അത് അഡ്രസ് ചെയ്യുന്നത്. ഡൊമിനിക് പ്രസന്റേഷൻ അടക്കം സൂചിപ്പിച്ച ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾക്ക് അത്ര ഈസിയായി മാറി നിൽക്കാൻ കഴിയില്ല ഈ ആരോപണങ്ങളിൽ നിന്ന്. പുരുഷോത്തമൻ കാണിച്ചിരുന്നില്ലേ? ഇപ്പോൾ ഡൊമിനിക് പ്രസന്റേഷൻ പറയുകയുണ്ടായി, എന്തുകൊണ്ട് 2014 വന്നപ്പോൾ പറഞ്ഞില്ല എന്ന്. അദ്ദേഹം പറഞ്ഞല്ലോ, പല കാര്യങ്ങളും തിരുത്തേണ്ടതായിട്ടുണ്ട്, പല കള്ളത്തരങ്ങളും പ്രചരിപ്പിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് കോൺഗ്രസ്. അതെല്ലാം തിരുത്തി നല്ലൊരു ഗവൺമെൻറ് അച്ഛേ ദിൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കും എന്ന് തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. 60 വർഷമായിട്ട് കട്ടുമുടിച്ച് നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ച കോൺഗ്രസ് ആണോ ഇപ്പോൾ BJP ഈ 4.5 വർഷം മോദി സർക്കാരിനെ കൊണ്ട് എല്ലാം ശരിയാക്കണമെന്ന് പറയുന്നത്? കഴിഞ്ഞ 60 വർഷമായിട്ട് ഇവിടെ എന്ത് പുരോഗതി അവർ ഉണ്ടാക്കിയിട്ടുള്ളത്? ബാക്കിയുള്ള ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പറയുന്നു ഇന്ത്യൻ ഇക്കോണമി പുരോഗമിച്ചെന്ന്. ശ്രീ പുരുഷോത്തമൻ, ഒരു ഘട്ടത്തിൽ ഒന്ന് ഇടപെടുകയാണ്. പുരുഷോത്തമൻ, മേരി ജോർജിനോട് കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ബജറ്റുകൾ 5 ബജറ്റുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്തൊരു ബഡ്ജറ്റാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ നിങ്ങൾക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെങ്കിൽ മാത്രം നടപ്പിലാക്കാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ സാങ്കല്പിക മാത്രമാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതുവരെ പ്രഖ്യാപിച്ചതിൽ വളരെ കൃത്യവും നിർണായകവുമായി രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാമോ? എനിക്ക് സാമ്പത്തിക വിദഗ്ധ എന്ന നിലയിൽ മേരി ജോർജിനോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പുരുഷോത്തമൻ, പ്രസന്റേഷൻ മേരി ജോർജ് പറഞ്ഞതിന്റെ രക്തചുരുക്കം അങ്ങനെയാണോ? ഇത് സാധാരണ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന് വ്യക്തമായ മറുപടി ജനങ്ങൾ കൊടുക്കും. അല്ല പുരുഷോത്തമൻ, ഞാൻ പറഞ്ഞത് മേരി ജോർജ് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ടല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. താങ്കൾ ഈ BJP സർക്കാർ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ നിർണായകമായി സാമ്പത്തിക രംഗത്ത് വഴിത്തിരിവുണ്ടാക്കിയ അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങളെയും തൊഴിലില്ലായ്മയും അഡ്രസ് ചെയ്യുന്നതാണ് അച്ഛേ ദിൻ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ. ഇതുകൊണ്ട് ഇന്ത്യയിൽ നിർണായകമായ മാറ്റം, ചെറുതുമതി ചെറിയൊരു ശതമാനം മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ മേഖലകൾ ഒന്ന് സൂചിപ്പിച്ചാൽ ഞാൻ വളരെ നിഷ്പക്ഷമായി സാമ്പത്തിക കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന മേരി ജോർജിനോട് അതിനെ സംബന്ധിക്കുന്ന അഭിപ്രായം ചോദിക്കാനാണ്. പുരുഷോത്തമൻ, ഞാൻ അതിനു മുമ്പ് പറഞ്ഞോട്ടെ. ചോദിക്കാനില്ല പുരുഷോത്തമൻ. മേരി ജോർജ് പറയുന്നു അങ്ങനെ ചോദിക്കാനില്ലെന്ന്. പാർട്ടിയെ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു.